റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ കറിയും ഒരു ചോറും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ കുറച്ച് വെള്ളത്തിൽ കുറച്ച് ഗ്രീൻ പീസും അതുപോലെ കോണും ആദ്യം ഇങ്ങനെ 10 മിനിറ്റ് നേരം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ആ സമയം കൊണ്ട് നമ്മൾ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസ് വേണമല്ലോ. അപ്പോൾ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ക്യാരറ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. തൊലിയെല്ലാം കളഞ്ഞ് നല്ലോണം ക്ലീൻ ചെയ്ത്, ഇപ്പോഴത്തെ കാലത്ത് അറിയാമല്ലോ കൊറോണ എല്ലാം ഉള്ളതുകൊണ്ട് നമ്മൾ നല്ലോണം ക്ലീൻ ചെയ്തെടുക്കണം. ഇതുണ്ടല്ലോ ഞാൻ ഫ്രൈഡ് റൈസിന് ഇടാൻ വേണ്ടിയിട്ടുള്ള ക്യാരറ്റാണ്. നിങ്ങളുടെ കയ്യിൽ ഏതാ പച്ചക്കറി അവൈലബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ അത് എടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. ചോറിൻ്റെ കൂടെ കൂട്ടിയിട്ട് തിന്നാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ക്യാരറ്റ് ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഈ ഫ്രൈഡ് റൈസിനൊക്കെ നല്ല കറക്റ്റ് മാച്ചാണ്. പിന്നെ നിങ്ങളുടെ കയ്യിൽ ബീൻസ് ഉണ്ടെന്ന് വെച്ചാൽ ബീൻസ് കൊടുക്കാം കേട്ടോ, നല്ലതാണ്. പിന്നെ എൻ്റെ കയ്യിൽ ബീൻസ് ഇല്ല, പകരം ഗ്രീൻ പീസും അതുപോലെ കോണും കൂടി ഉണ്ട് റൈസിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചി നമ്മളൊരു ചെറിയൊരു കഷ്ണം അത്രേ വേണ്ടു. പിന്നെ 2 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതും ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടാൽ മതി, അത്രേ വേണ്ടു. പിന്നെ ഞാനിവിടെ 1 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അത് 3 പ്രാവശ്യം കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ 500 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ 2.5 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും പിന്നെ അതുപോലെ 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ അതുപോലെ കുറച്ച് കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലവർ ഞാനൊരു 3 ടേബിൾ സ്പൂണോളം ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതെല്ലാം മാറ്റം വരുത്താട്ടോ, ചേഞ്ചസ്. കാരണം നിങ്ങൾ എടുക്കുന്ന ചിക്കൻ്റെ ക്വാണ്ടിറ്റി ഇപ്പോൾ കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും എല്ലാം ഞാനിപ്പം ചെയ്തതിൻ്റെ കൂടുതലും കുറവും ഒക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കണ്ടുപിടിച്ച് ചെയ്താൽ മതി കേട്ടോ. എല്ലാവരും സുമാറ് കണക്കാണ്, പക്ഷേ ലാസ്റ്റ് ടേസ്റ്റ് വേണേ. കോണും ഗ്രീൻ പീസും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതായത് നമുക്ക് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഇത് സ്റ്റർ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം ഞാനിനി ഒരു പാനിലേക്ക് ആദ്യം നമ്മൾ ചിക്കൻ ഉണ്ടല്ലോ, നമ്മൾ മാരിനേറ്റ് ചെയ്ത് സൈഡാക്കി 2 മണിക്കൂർ വെച്ച ചിക്കൻ, അപ്പോൾ അത് ഇട്ട് കൊടുക്കാന്ന്. അത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. കോൺഫ്ലവറും ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഇട്ടിട്ട് നല്ലോണം കുറച്ച് നേരം വെച്ച ചിക്കനാണ് കേട്ടോ. ഇതിൽ ഞാൻ ചോറും അതുപോലെ ഈ ഗ്രേവി ഉണ്ടല്ലോ ഇതും ഞാൻ ഒന്നിച്ച് കുക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ് കേട്ടോ, അല്ലാണ്ട് സെപ്പറേറ്റ് അല്ല. എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. അപ്പം നമ്മൾ സമയവും ലാഭിക്കാം, ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കുകയും ചെയ്യാം അങ്ങനെ. അപ്പം ഞാൻ 2 സവാള എടുത്തിട്ടുണ്ട്. ഇത് ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള സവാളയാണ് കേട്ടോ. ഇത് സ്ക്വയർ ഷേപ്പ് ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. പെട്ടെന്ന് നമുക്ക് സ്ക്വയർ പോലെയായി കിട്ടും ഏകദേശം. എന്നിട്ട് നമ്മൾ ചിക്കനെല്ലാം ഒരുവിധം റെഡി വന്നിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ആക്കുമ്പോഴുള്ള ഈ സ്മെല്ലുണ്ടല്ലോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടമുണ്ടാവുമായിരിക്കും, കാരണം എല്ലാവരും ഒരുവിധം ചിക്കൻ ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കുമല്ലോ. അപ്പം റെഡി വരുന്നുണ്ട്. ഇതിങ്ങനെ തിരിച്ചും മറിച്ചും എല്ലാം ഇടയ്ക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ, എന്നാലേ ഇതാവുള്ളൂ. അല്ലേ ഒരു സൈഡ് തന്നെ ഇട്ടിട്ട് അത് കരിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ തിരിച്ചും മറിച്ചും എല്ലാം ഇടാൻ ശ്രദ്ധിച്ചാൽ മതി. ഇനി ഞാനൊരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ ആവശ്യത്തിന് കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഫോർക്കിനെ കൊണ്ട് മുട്ട ഇങ്ങനെ ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് റെഡിയായി കിട്ടുന്ന പോലെ തോന്നലുണ്ട് എനിക്ക്. നിങ്ങൾക്ക് ഏതാ ഇഷ്ടം വെച്ചാൽ സ്പൂൺ കൊണ്ട് ബീറ്റ് ചെയ്യുന്ന ഇഷ്ടം വെച്ചാൽ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. ഇനി മറ്റേ ഇതൊന്നും കൊണ്ടുവരണ്ട, മറ്റേ ഹാൻഡ് മിക്സർ ബ്ലെൻഡർ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മിക്സ് ആക്കി ഇങ്ങനെ എടുത്താൽ മതി, അത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ ചിക്കൻ നല്ല റെഡി ആയി വന്നിട്ടുണ്ട്. ഒന്ന് കരിഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ, നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്, നല്ല പെർഫെക്റ്റ് ആയിട്ട്. പുറത്ത് നല്ല ക്രിസ്പിയും പിന്നെ ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിരിക്കും. അപ്പോൾ കൊതിയാവുന്നുണ്ടല്ലേ കണ്ടിട്ട്, പക്ഷെ നല്ല ടേസ്റ്റാണ്. ഇനി നമ്മൾ അതേ പാനിലേക്ക് തന്നെയാണ് നമ്മൾ ഈ മുട്ട ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. ബീറ്റ് ചെയ്ത് വെച്ച മുട്ട ഉണ്ടല്ലോ, 2 മുട്ട അത് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആ പാനിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കേണ്ട, വേറെ പാൻ എടുക്കണം എന്ന് വെച്ചാൽ നിങ്ങൾ എടുത്തോളൂ, ഒരു കുഴപ്പമില്ല. എനിക്ക് കഴുകാൻ മടിയായിട്ടാണ്. ഒന്നും അല്ലെങ്കിലും നമ്മളിങ്ങനെ കുറേ കഴുകാനൊക്കെ ആക്കി വെക്കേണ്ട വിചാരിച്ചിട്ടാണ്. നിങ്ങൾക്ക് കഴുകാനൊക്കെ നല്ല താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ, ഡിഷ് ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ. മുട്ട ഇങ്ങനെ ചിക്കി എടുത്താൽ മതി കേട്ടോ. എന്താ പറയുക, നമ്മൾ സ്ക്രാമ്പിൾഡ് എഗ്സ് ഉണ്ടാക്കൂലേ അതുപോലെ തന്നെ ജസ്റ്റ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചിക്കി എടുത്തിട്ട് അത് നമ്മൾ റൈസിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. റൈസ് നെയ്ച്ചോറിൻ്റെ ഒരു നല്ല ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് വേണേൽ ഞാൻ പിൻ ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് കാണാമല്ലോ. എന്നിട്ട് നമ്മളിത് സ്റ്റർ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രീൻ പീസും അതുപോലെ കോണും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഇഞ്ചിയും അതുപോലെ വെളുത്തുള്ളിയും കുറച്ചൊന്ന് ജസ്റ്റ് ചെറുതായിട്ട് ഇങ്ങനെ ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്.
നമ്മളെ കോണും അതുപോലെ ഗ്രീൻ പീസും ഓൾറെഡി നമ്മൾ കുക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് ആദ്യം. അതുകൊണ്ട് നമുക്കിത് ഒരുപാട് നേരമായിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഒരു 5 മിനിറ്റ് നമ്മളിങ്ങനെ ജസ്റ്റ് സ്റ്റർ ഫ്രൈ ചെയ്ത് എടുത്താൽ മതി കേട്ടോ. നമ്മൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ച ക്യാരറ്റ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നമ്മൾ ഇങ്ങനെ സ്റ്റർ ഫ്രൈ ചെയ്ത് എടുത്താൽ മതി. ഇനി നമ്മൾ ഇതിലേക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ 2 മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ചിട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് എത്രയോ എരിവ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. നമ്മുടെ ചോറ് അങ്ങനെ നല്ല കളർഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. നമ്മളെല്ലാം ചോറിലേക്ക് ഇട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുമെന്ന്. നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ ഇവിടെ. ഈ ചോറിൽ ഞാൻ ഉപ്പ്, കുരുമുളക്, ഗരം മസാല പൗഡർ അതെല്ലാം ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ. നെയ്ച്ചോറിലൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അതിലെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പം അതേ സെയിം പ്രൊസീജിയർ തന്നെ ഇവിടെ ഫോളോ ചെയ്ത്, അതുകൊണ്ട് വീഡിയോ എടുത്ത് കാണിക്കണമെന്ന് വിചാരിച്ചിട്ടാണ്. ഇനി നമ്മൾ ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ ചെയ്യുന്നത്. ഒരു പാനിലേക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ അതുപോലെ നമ്മൾ ഏകദേശം സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് വെച്ച നമ്മുടെ സവാള ഉണ്ടല്ലോ, ഉള്ളി, അപ്പോൾ അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉള്ളിയെല്ലാം ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി, അല്ലാണ്ട് ഒരുപാട് ഗോൾഡൻ ബ്രൗൺ കളർ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് വാടി കിട്ടുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും, പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ അതും, പിന്നെ 2 പച്ചമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക, കാരണം അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ഡ്രൈ ആയി പോകും. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 1/4 കപ്പോളം കോൺഫ്ലവർ വെള്ളത്തിലിട്ടിട്ട് കലക്കിയിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, അതിൻ്റെ മിക്സ്ചർ. അപ്പം നല്ല എന്താ പറയുക, ശരിക്കൊരു ചില്ലി ചിക്കൻ്റെ ടൈപ്പ് തന്നെ ആയി വരും ഏകദേശം. ടേസ്റ്റ് ഓവറല്ല, കാരണം നമ്മൾ സോയാ സോസും കാര്യങ്ങളൊന്നും ഇടുന്നില്ല, അല്ലാണ്ട് തന്നെ ഇങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കെച്ചപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ടൊമാറ്റോ കെച്ചപ്പ് ഇടാൻ വിചാരിക്കുന്നുണ്ട്. ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ, കുറച്ചും കൂടി ഒന്ന് നല്ല കറി പോലെ നല്ലോണം കുക്കായി വരട്ടെ വിചാരിച്ചിട്ട്. പിന്നെ അതുപോലെ ഒരു 3 ടീസ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ് കൂടി ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ. പിന്നെ കുറച്ച് കുരുമുളകിൻ്റെ പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മളിത് ഉണ്ടാക്കിയിട്ട് പിന്നെ കുറുക്കി എടുത്താൽ മതി, നല്ലോണം തിളച്ച് ഇങ്ങനെ വറ്റിച്ചെടുക്കൂലേ, അങ്ങനെ വറ്റിച്ചെടുത്താൽ മതി കേട്ടോ. സംഭവങ്ങളെല്ലാം ആഡ് ചെയ്തിട്ട് ജസ്റ്റ് വറ്റിച്ചെടുക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കഴിക്കാൻ ഫുൾ നല്ല കുറുകി വരുന്നുണ്ട്, നല്ലോണം വറ്റിച്ചെടുത്താൽ മതി. നിങ്ങൾക്ക് ഇൻ കേസ് തക്കാളി ഇങ്ങനെ മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് തക്കാളി ടൊമാറ്റോ പ്യൂറി പോലെ ആക്കിയിട്ട് ഇട്ട് കൊടുക്കാൻ ഇഷ്ടം വെച്ചാൽ അങ്ങനെയും ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ പിന്നെ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടില്ല, തക്കാളി ഇട്ട് കൊടുത്തിട്ടേ ഇല്ല കെച്ചപ്പ് ഇടുന്നത് കൊണ്ട്. നിങ്ങൾക്ക് എന്താ ഇഷ്ടം എന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കുറച്ച് അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ആക്കിയാലും ഒരു കുഴപ്പമില്ല കേട്ടോ. നല്ല അടിപൊളി മണം കേട്ടോ. ഞാൻ വിചാരിക്കുന്നുണ്ട് യൂട്യൂബിൽ നമുക്ക് ഈ ഷെയർ, സബ്സ്ക്രൈബ്, ലൈക്ക് ബട്ടൺ ഉള്ള പോലെ ഒരു എക്സ്ട്രാ ഒരു ബട്ടൺ കൂടി വേണം. നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു സ്മെല്ല് മണപ്പിച്ച് തരാനോ, അല്ലെങ്കിൽ കുറച്ചൊരു സാമ്പിൾ ടേസ്റ്റ് നോക്കാൻ തരാനോ, എല്ലാവർക്കും ഷെയർ ചെയ്തെടുക്കാമല്ലോ അങ്ങനെ വിചാരിക്കുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനോ, കാര്യമായിട്ട് ഗ്രാൻഡ് ഗാർണിഷിങ്ങും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് കുറച്ച് മല്ലിയില കറീൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് പീനട്ട്സ് ഉണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത്, സ്ലൈറ്റ്ലി റോസ്റ്റഡ് പീനട്ട്സ് ആണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ ഞാൻ റോസ്റ്റ് ചെയ്തെടുത്തിട്ടില്ല, ഓൾറെഡി ഉള്ള റോസ്റ്റഡ് പീനട്ട്സ് ആണ്. അപ്പോൾ അത് ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഇങ്ങനെ ഗാർണിഷ് ചെയ്യാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്ര തന്നെ ചെയ്തിട്ടുള്ളൂ കേട്ടോ. കണ്ടില്ലേ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കണ്ട കറി, ചോറ്, കുറച്ച് വിശന്നിട്ടാണെങ്കിൽ കണ്ണ് കാണുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് തിന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാനോ പറ്റുന്നില്ല, തിന്നിട്ടെങ്കിലും വിഷമം തീർക്കാം. ചോറ് ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് കേട്ടോ റൈസ് ഉള്ളത്. എല്ലാം ഇങ്ങനെ ഒട്ടിയിട്ട് എല്ലാം വേറെ ആയിട്ട് നല്ല അടിപൊളി ഫ്രൈഡ് റൈസ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഏകദേശം ഒരു ഫ്രൈഡ് റൈസ്, കംപ്ലീറ്റ് പെർഫെക്റ്റ് ഫ്രൈഡ് റൈസ് അല്ല, എന്നാലും ഏകദേശം ഒരു എല്ലാവരും ചില്ലറ തട്ടിമുട്ടിയ ഒരു ഫ്രൈഡ് റൈസാണ്. പിന്നെ അതുപോലെ തന്നെ ഇതാ കറി, ചിക്കൻ്റെ ഒരു ഗ്രേവി, ഇത് റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സ്മെല്ലാണ് കേട്ടോ. ഈ മല്ലിയിലിൻ്റെ സ്മെല്ലാണ് ഇപ്പോൾ നല്ലോണം ഉള്ളത്. നല്ല ഫ്രഷ് സ്മെല്ലാണ്. എല്ലാം ഉണ്ടാക്കി വെച്ചുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ട് കേട്ടോ. ചോറെല്ലാം നല്ല ചൂട്, ചിക്കൻ ഒരു രക്ഷയില്ല, നല്ല ചൂടുണ്ട്. പക്ഷേ ഇതാ എല്ലാം ഇങ്ങനെ നമ്മളിങ്ങനെ കുഴച്ച് ഇങ്ങനെ തിന്നണം. നല്ല ടേസ്റ്റാണ് കേട്ടോ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.